ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്ത് മാൽമോയിലേക്ക് പോവാണ്. ഗോതൻബർഗിൽ നിന്ന് മാൽമോയിലേക്ക് 3.5 മണിക്കൂർ, ഏകദേശം 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കുറച്ചങ്ങ് ഡ്രൈവ് ചെയ്തപ്പം ആസ്ട്രാസെനിക്ക റിസർച്ച് സെൻറ്റർ കണ്ടു. കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പേരൊക്കെ കേൾക്കുന്നത്. മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആവൂലേ. ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിനൊക്കെ ആസ്ട്രാസെനിക്ക വാക്സിൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പം ഹൈവേന്ന് ഒരു ഡീറ്റൂർ എടുത്തിട്ട് ഒരു കാസിൽ കാണാൻ വേണ്ടി പോയി. ഷൂലാഹോം കാസൽ. കാസലിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഗോത്തിക് ഹൊറർ മൂവി സെറ്റപ്പിൽ എത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തത് അത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് അവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സാത്താനിക് വേർഷിപ്പൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ മൂവീസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തു. പിന്നെ ഞാനിങ്ങനെ ChatGPT നോക്കിയപ്പോൾ മനസ്സിലായി ഈ ഒരു കാസിൽ സ്വീഡിഷ് ആർക്കിടെക്ചർ അല്ല, ഒരു ഇംഗ്ലീഷ് സ്കോട്ടിഷ് 2 ഡോർ സ്റ്റൈൽ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തതെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നമ്മൾ വീണ്ടും മാൽമലേക്കുള്ള യാത്ര റീസ്റ്റാർട്ട് ചെയ്ത് ഈ പോണ വഴിയിലൊക്കെ ഞാൻ മുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ 2 സൈഡിലും കുറേ ഫാം ലാൻഡ്സും ചെറിയ വില്ലേജസും ചെറിയ ചെറിയ വാട്ടർ ചാനൽസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈസ്റ്റാഡിലേക്ക് പോകുമ്പോഴും പിന്നെ ഈസ്റ്റാഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാവലിലൊക്കെ കുറേ കണ്ടിരുന്ന യെല്ലോ ഫീൽഡ്സ് വീണ്ടും കാണാൻ തുടങ്ങി. റേപ്പ് സീഡ് ഫീൽഡ്സ് ആണ് ഇത്. കനോല ബ്ലോസം എന്ന് പറയും ഇതിനെ. മാൽമോ ആണ് ഡെൻമാർക്കിനോട് ഏറ്റവും അടുത്തുള്ള സിറ്റി. മാൽമോന്ന് കോപ്പൻഹേഗനിലേക്ക് ഏകദേശം 30 മിനിറ്റ് ഡ്രൈവേ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മാൽമോനെ ഗേറ്റ് വേ സിറ്റി ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് സ്കാൻഡിനേവിയ എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഡേൺ ആർക്കിടെക്ചറും അതേപോലെ തന്നെ പഴയ ടൗണിൻ്റെ പ്രിസർവേഷനും. സ്വീഡൻ്റെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ടേണിംഗ് ടോർസോ ഉള്ളത് മാൽമോയിലാണ്. മാൽമോയിലെ മിക്ക സ്ഥലങ്ങളും റോഡിന് പകരം കോബിൾ സ്റ്റോൺ ഇങ്ങനെ പതിപ്പിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര പഴമ ഫീൽ ചെയ്യും നമുക്ക്. ആദ്യം നമ്മൾ പോയത് ലില്ലാട്ടോർഗിലേക്കാണ്. അത് അവിടുത്തെ ഒരു പഴയ ടൗൺ സ്ക്വയറാണ്. 16th സെഞ്ച്വറിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ബിൽഡിങ്സ് ചുറ്റുമുണ്ട് ഈ ഒരു സ്ക്വയറിൻ്റെ. അവിടെയും കോബിൾ സ്റ്റോൺ തന്നെയാണ് താഴെ വിരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പഴയ ചേർച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ പഴയ ഇറാൻ്റെ ഫ്ലാഗാണ് അവരുടെ കയ്യിലൊക്കെ ഉള്ളത്. സിംഹത്തിൻ്റെയും സൂര്യൻ്റെയൊക്കെ പടമുള്ള. പിന്നെ ചില ഫ്ലാഗിൻ്റെ മുകളിൽ റിസ പഹ്ലവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇറാനിയൻ ഗവൺമെൻറ്റിന് എതിരാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. റിസ പഹ്ലവിൻ്റെ പോട്ടേഴ്സാണ് തോന്നുന്നുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലേക്കാണ്. മാൽമോയിലെ ഏറ്റവും പഴയ പ്രിസർവ്ഡ് ബിൽഡിംഗ് ആണ് ഇത്. 1300കളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രിക്ക് ഗോത്തിക് ആർക്കിടെക്ചറാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങൾ ഗാൽമാസ്റ്റാഡ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നടന്നു പോയി. അവിടെ കനാൽസും അതേപോലെ കുറേ പാലങ്ങളും പഴയ സ്ട്രീറ്റുകളും ഒക്കെ കാണാൻ പറ്റി. അവിടെ ഒരു ബ്രിഡ്ജിൽ കുറേ മെറ്റൽ ഷൂസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആളുടെ പേരും ഉണ്ട്, അതുപോലെ അവർ ജീവിച്ച വർഷമുണ്ട്. എന്തോ ഒരു റിമെമ്പറൻസ് ട്രിബ്യൂട്ടാണെന്ന് തോന്നുന്നുണ്ട് അത്. പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോയി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.